നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മദ്രാസ് ഹൈക്കോടതിക്ക് കീഴിലെ മധുര ബെഞ്ചിലുള്ള ജഡ്ജ് ജസ്റ്റിസ് സ്വാമിനാഥനെതിരെ ഇംപീച്ച്മെന്റ് ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ ഒരു വിഭാഗം എംപിമാർ. പ്രതിപക്ഷ മുന്നണിക്ക് ഒന്നാകെ ഇക്കാര്യത്തിൽ താല്പര്യമുണ്ട്. ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്നതാണ് അവരുടെ ആവശ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കോടതി ഇവിടെ കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു. തമിഴ്നാട് ചീഫ് സെക്രട്ടറിയും തമിഴ്നാട് ADGPയും വീഡിയോ കോൺഫറൻസിലൂടെ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം എന്തുകൊണ്ട് കോടതിയുടെ ഉത്തരവ് പാലിച്ചില്ല എന്ന കാര്യത്തിൽ. അതായത് തിരുപ്പുറക്കുன்றത്തെ കുന്നിൽ ഈ കാർത്തിക ദീപം തെളിയിക്കുന്ന ഒരു ദീപസ്തംഭമുണ്ട്. അവിടെ കാർത്തിക ദിവസം, കാർത്തിക മാസത്തിലെ കാർത്തിക നാളിൽ അവിടെ ദീപം തെളിച്ചു പോരുന്നതാണ്. ദീപം കത്തിക്കാറുണ്ട്. ആ ദീപം എന്തുകൊണ്ട് തെളിച്ചില്ല എന്നതിന് കൃത്യമായ വിശദീകരണം ഈ രണ്ടു പേരും നൽകണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണം വളരെയധികം ചിന്തോദ്ദീപകമാണ്. ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കോടതി ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചത്. ഞാനിവിടെ ഇരിക്കുന്നത് വെറുതെ എന്തെങ്കിലും വിടുവായത്തനം പറയാനല്ല. ഒരു ജഡ്ജിയാണ്. മുന്നിൽ വരുന്ന ഹർജികൾ പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുത്ത് നീതിന്യായ വ്യവസ്ഥ നടപ്പാക്കാൻ, അത് നിലനിർത്താൻ ഒക്കെ നിയോഗിക്കപ്പെട്ട ആളാണെന്ന് ജഡ്ജിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ വളരെ കൃത്യമായിട്ട് ജഡ്ജി ചൂണ്ടിക്കാണിക്കുന്ന, ജസ്റ്റിസ് സ്വാമിനാഥൻ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ അക്കമിട്ട് നിരത്താം. ഒന്നാമത്തെ കാര്യം, നിരന്തരം കോടതി ഉത്തരവുകൾ തമിഴ്നാട് സർക്കാർ ലംഘിക്കുന്നു. പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവുകൾ, ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കോടതി ഉത്തരവുകൾ തമിഴ്നാട് സർക്കാർ നിരന്തരം ലംഘിക്കുന്നു. അതൊന്നാമത്തെ കാര്യം. ഇതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ഈ കോടതി ഉത്തരവുകൾ നഗ്നമായി ലംഘിക്കാൻ ഒരു പ്രത്യേക പാറ്റേൺ തമിഴ്നാട് സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ പ്രത്യേക രീതിയിലാണ് ആ കോടതി ഉത്തരവുകൾ ലംഘിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എന്തായാലും ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥർ കോടതി ഉത്തരവുകൾ ലംഘിക്കാൻ ധൈര്യപ്പെടില്ല. അവർക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ നിർദ്ദേശം നൽകിയത് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് കോടതിക്ക് അറിയണം. മൂന്നാമത്തെ കാര്യം, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോടതി അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കോടതിയുടെ ഉത്തരവുകൾ ആരുടെയെങ്കിലും വാക്കാലുള്ള നിർദ്ദേശത്തെ തുടർന്ന് ലംഘിക്കരുത്. കോടതി ഉത്തരവുകൾ പാലിക്കപ്പെടാനുള്ളതാണ്, അത് ലംഘിക്കപ്പെടാനുള്ളതല്ല എന്ന് കോടതി അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇനി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഈ ലംഘനത്തെക്കുറിച്ച്, ഈ നിയമ ലംഘനത്തെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകേണ്ടതുണ്ട് എന്നാണ് കോടതി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ജില്ലാ ഉദ്യോഗസ്ഥർക്ക് മുകളിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ, വാക്കാലോ രേഖാമൂലമോ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ എന്ന് കോടതിക്ക് അറിയണം. അതിനാണ് കോടതി ഈ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരോടും, സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയോടും ADGPയോടും വീഡിയോ കോൺഫറൻസ് വഴി ഡിസംബർ 17 ഹാജരായി വിശദീകരണം നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി പറയുന്നു, കൈകൾ ഉയർത്തി പിതാവേ അവർക്ക് മാപ്പ് നൽകണം, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ തന്നെ അറിയുന്നില്ല എന്ന് പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ജസ്റ്റിസ് സ്വാമിനാഥൻ ഓർമ്മിപ്പിക്കുന്നു, രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ അവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ആകില്ല. വളരെ കൃത്യമായി നിയമവാഴ്ച ഉറപ്പുവരുത്തണം, നീതിന്യായം നടപ്പാക്കണം എന്നുള്ളതാണ്. അതിലേക്കാണ് കോടതികളെ നിയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി, ജനാധിപത്യം പുലരുന്നതിൻ്റെ ഭാഗമായി നീതി ഉറപ്പുവരുത്താനാണ് കോടതികൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇത് മാത്രമല്ല, മറ്റ് രണ്ട് സ്ഥലത്ത് ഇതുപോലെ കാർത്തിക ദീപം തെളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിഷയങ്ങളുണ്ട്. അവിടുത്തെ പരാതികൾ, ഹർജികൾ പരിഗണിച്ച കോടതി വളരെ കൃത്യമായിട്ട് ആ കാർത്തിക ദീപം തെളിക്കാനുള്ള, പരമ്പരാഗതമായി ചരിത്രപരമായി നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഉത്സവം ആഘോഷിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ സുരക്ഷ ഒരുക്കണമെന്ന് തമിഴ്നാട് പോലീസിനോടും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവുകൾ പാലിക്കാൻ സംസ്ഥാന സർക്കാർ
സർക്കാർ തയ്യാറായില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ കൂടെ കോടതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 17 വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കൂടി ഇതിൽ ഉൾപ്പെടണം. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് കോടതി അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഹർജി കോടതിയിൽ വരികയും കോടതി അതിന്മേൽ കൃത്യമായ ഉത്തരവ് കൊടുക്കുകയും ചെയ്ത ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക പാറ്റേണിലാണ്, പ്രത്യേക രീതിയിലാണ് ഇത് ലംഘിക്കപ്പെടുന്നത്. കോടതി ഉത്തരവുകൾ ലംഘിക്കപ്പെടുകയും ആ ഉത്തരവുകൾ നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക പാറ്റേണിലാണ്, പ്രത്യേക രീതിയിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ കോടതി അത് ചൂണ്ടിക്കാട്ടുകയാണ് ഓരോന്നും. അതായത് ആദ്യം കളക്ടർ അവിടെ കോടതി ഉത്തരവ് വരുന്നു, തിരുപ്പുറം കുണ്ടറത്ത് കാർത്തിക ദീപം തെളിയിക്കണം, സമീപത്തെ ദർഗയ്ക്ക് യാതൊരു ദോഷവും വരുത്തരുത്, അവിടെ യാതൊരു തരത്തിലുള്ള മതസ്പർദ്ധയും ഉണ്ടാകരുത് എന്നൊക്കെ കോടതി കൃത്യമായിട്ട് നിരീക്ഷണത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് കാലങ്ങളായിട്ട് തുടരുന്നതാണ്. എത്രയോ കാലമായിട്ട് അപ്പുറത്ത് ദർഗയുണ്ട്, ഇപ്പുറത്തെ കാർത്തിക ദീപം തെളിച്ചു പോരുന്നു. ഇതിലെന്താണ് പ്രശ്നം? ആരാണ് കുഴപ്പക്കാർ? ഈ തുടർന്ന് വരുന്ന കാലങ്ങളായിട്ട് തുടരുന്ന ആചാരം, ആഘോഷം അതിനിയും തുടരേണ്ടതല്ലേ? എന്തിനാണ് അതിൽ ഭക്തരെ തടയുന്നത്? കോടതി ആ നിരീക്ഷണത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. മാത്രമല്ല, ഉത്തരവിൽ ഇതെല്ലാം വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. പക്ഷേ കോടതി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, അത്തരത്തിൽ കോടതിയുടെ ഒരു ഉത്തരവ് വന്നതും ഈ കാർത്തിക ദീപം തെളിക്കേണ്ടതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് കളക്ടർ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഭക്തർക്ക് അവിടെ കൂട്ടം കൂടി അവിടെ എത്താൻ സാധിക്കില്ല. അതിനെ പോലീസ് തടയും. കാരണം കളക്ടറുടെ നിരോധനാജ്ഞയെ ഒരു കോടതിയും തടഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിന്മേലൊരു കോടതി നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായിട്ട്, സംഘടിതമായിട്ട് കളക്ടറെ കൊണ്ട് ഒരു നിരോധനാജ്ഞ അവിടെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ നിരോധനാജ്ഞ വരുന്നതോടുകൂടി അവിടെ ഭക്തർക്ക് സംഘടിച്ചെത്താൻ കഴിയില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ പോകുന്നു. ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീലുകൾ തള്ളിയാലും ഇല്ലെങ്കിലും ശരി, അവിടെ അപ്പീലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ നിരോധനാജ്ഞ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ഈ ചടങ്ങ്, ഏത് ചടങ്ങാണോ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ചടങ്ങ് തടയുന്നു. കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്, അപ്പീൽ കൊടുത്തിരിക്കുകയാണ്, വിധി വരട്ടെ, എന്നിട്ട് നമുക്ക് ആ ചടങ്ങ് അനുഷ്ഠാനം, ആ ചടങ്ങ് ഒക്കെ നടത്താം എന്ന് പോലീസ് പറയുന്നു. ഇത് രണ്ടാമത്തെ രീതി. മൂന്നാമത്തത്, ഡിവിഷൻ ബെഞ്ചും അനുകൂലമായി, ഭക്തർക്ക് അനുകൂലമായി വിധി പറഞ്ഞെങ്കിൽ അവരുടനെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നു. സുപ്രീം കോടതിയും ഈ അപ്പീൽ സ്വീകരിച്ചതുകൊണ്ട് ഈ താഴെ കീഴ്ക്കോടതിയിലെ, അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് ബാധകമല്ല എന്ന് പറഞ്ഞ് ഭക്തരെ തടയുന്നു. ഇത് വളരെ കൃത്യമായി ഉന്നത തലങ്ങളിൽ ഭരണകൂടത്തിൽ ആസൂത്രിതമായി നടക്കുന്നൊരു ഗൂഢാലോചനയുടെ ഫലമല്ലേ എന്ന് സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇത്തരത്തിൽ അപ്പീലും ഒക്കെ ഉണ്ട് എന്നിരിക്കട്ടെ, ഇവിടെ കോടതി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അതായത് ഒരു അപ്പീൽ സ്വീകരിച്ച കോടതി, ഈ കീഴ്ക്കോടതി, അതായത് സുപ്രീം കോടതിയാണെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആണെങ്കിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ സ്റ്റേ ചെയ്തിട്ടില്ല. ഈ സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം ആ ഉത്തരവ് നിലനിൽക്കുകയാണ്. പക്ഷേ അത് ഇവിടെ അനുസരിക്കാൻ ഭരണകൂടം, ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. അതിന് അവരെ തടയുന്നത് ആരാണ് എന്നാണ് കോടതി ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഭരണ നേതൃത്വം ഇതിന് ഉത്തരം പറയണം. മുഖ്യമന്ത്രി അടക്കമുള്ളവർ, ആഭ്യന്തര വകുപ്പാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. കാരണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഉത്തരവ് നിലനിൽക്കുകയാണ്. ഹർജി പരിഗണിച്ചു, ശരിയാണ്, പക്ഷെ അതുകൊണ്ട് സ്റ്റേ കൊടുക്കാത്തിടത്തോളം കാലം ആ ഉത്തരവ് തുടരും, നിലനിൽക്കും. ഇത് കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ ഈ
നിയമലംഘനം നടത്തിയത് എന്നാണ് കോടതി ചോദിക്കുന്നത്. എന്തായാലും ഡിസംബർ 17-ന് തമിഴ്നാട് ചീഫ് സെക്രട്ടറിയും തമിഴ്നാട് ADGPയും എന്ത് മറുപടിയാണ് കോടതിയിൽ കൊടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. തിരുപ്പുറക്കുണ്ടത്തെ സംഭവം യാദൃശ്ചികമല്ല. ഇത് മറ്റു പല ക്ഷേത്രങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഇത് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചന ഇതിൻ്റെ പുറകിൽ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.